അടിപൊളി ചേന ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചേന കട്ട് ചെയ്യാൻ പോവുകയാണ്. ചേന നമ്മൾ ഒരു ഫിംഗർ ഷേപ്പിൽ എത്രയും ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയ നല്ല ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു അടിപൊളി ക്രഞ്ചി ആയിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചേന ഫ്രൈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബോയിൽ ചെയ്യാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫ്രൈ പാനിൽ. അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചേനയിലേക്ക് ഉപ്പും ഒക്കെ പിടിച്ചിരിക്കും. ലേശം മഞ്ഞൾപ്പൊടി ഒരു 10 മിനിറ്റെങ്കിലും വേണ്ടി വരും ജസ്റ്റ് ഒന്ന് ബോയിലായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഏകദേശം നമ്മുടെ ചേന ഫ്രൈ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇവനെ സ്ട്രെയിൻ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് ഇങ്ങനെ മസാല ചേർത്തൊന്ന് തിരുമ്മി 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മലബാറി ചേന ഫ്രൈക്ക് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇതിലേക്ക് നമ്മൾ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്.